മംഗല്യൻ തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. തിരികെ വീട്ടിലെത്തിയതും പാഴ്സൽ വാങ്ങിയ മസാല ദോശ എടുത്ത് ശങ്കന്റെ കയ്യിലേക്ക് അശോക് കൊടുക്കുന്ന കണ്ട് നിധി സംശയത്തോടെ നോക്കി നിന്നു. ഇതെപ്പോ വായിച്ചു? താൻ പോലും കണ്ടില്ലല്ലോ എന്ന ഭാഗത്തോടെ അശോകിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളെ നോക്കിയൊന്ന് കണ്ണിറുക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. രാത്രി അത്താഴം കഴിച്ച് അല്പനേരം കടയിലെ കണക്കുകളെല്ലാം നോക്കി കിടക്കാനായി ബെഡിൽ കിടന്നാണ് സത്യം. ഡോറ് കൊട്ടിയടക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് തന്നെ എണീറ്റിരുന്നു. കൈകൾ പിറകിലേക്ക് പിടിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ദുർഗയെ അടിമുടി സംശയത്തോടെ മിഴിച്ചു നോക്കി സത്യൻ. എന്താ എന്റെ ദുർഗെ, നീ ഡോറ് പൊളിച്ചടുക്കൂ? ഓ, അത് അടച്ചപ്പോൾ അല്പം സ്പീഡ് കൂടിപ്പോയി. നിങ്ങൾ ഇത്ര പെട്ടെന്ന് കിടന്നോ? ആ, നല്ല ക്ഷീണം, അതുകൊണ്ടാ. ആ, എന്നാലേ ഈ ക്ഷീണം മാറ്റാനുള്ള ഒറ്റമൂലി കൊണ്ടാ വന്നിരിക്കുന്നേ. ഒറ്റമൂലിയോ? അതെ, താ കണ്ടോ? പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് പിടിച്ച കൈ മുന്നോട്ട് പിടിച്ച് സത്യന് നേരെ നീട്ടി. തന്റെ മുന്നിലേക്ക് നീട്ടി പിടിച്ച മുടി പോക്കാൻ ഉപയോഗിക്കുന്ന മൺപാത്രത്തിലേക്ക് നോക്കി സത്യൻ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഔഷധങ്ങളടങ്ങിയ മൺപാത്രം എടുത്ത് പുക പുറത്തേക്ക് വരും പാകത്തിനാക്കി സത്യന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം സത്യന്റെ മുന്നിലായി മുടി അഴിച്ചിട്ടിരുന്ന ദുർഗ. നീ എന്താ ദുർഗ ഈ കാണിക്കുന്നേ? ആ, എന്താണെന്നോ, മക്കളായ ശേഷം നിങ്ങൾ എന്റെ മുടിയുടെ ഐശ്വര്യം കണ്ടിട്ടുണ്ടോ മനുഷ്യ? ഇല്ലല്ലോ. ഈ മുടിക്ക് നല്ല ഐശ്വര്യം കിട്ടണമെങ്കിൽ ദേ ഇതുപോലെ ഇടയ്ക്ക് മുടിയൊക്കെ പോയച്ച് നല്ല മെനയിൽ കൊണ്ടുവന്നാലേ ഈ മുടിയുടെ ഐശ്വര്യം എനിക്കും കിട്ടും. ദേ പിടിച്ചങ്ങ് ഐശ്വര്യം വരുത്തേണ്ട സത്യേട്ടാ. ദുർഗ, നീ എന്ത് ഭ്രാന്തൊക്കെ ഈ പറയുന്നേ? പാതിരാത്രി മുടി പോക്കാനോ? ദുർഗ തിരിഞ്ഞൊരു നോട്ടമായിരുന്നു, സത്യനെ ദഹിപ്പിക്കുന്ന നോട്ടം. ദേ ഉച്ചക്കുരുത്തിയോട് നിങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അവളുടെ കാർക്കൂന്തിൽ നിങ്ങൾക്ക് ഐശ്വര്യം നിറഞ്ഞതായിരുന്നല്ലോ. ഇന്ന് നേരം പുലരുമ്പോ എന്റെ മുടിയുടെ ഐശ്വര്യം ഉണ്ടാക്കി തന്നിട്ട് ഉറങ്ങിയാൽ മതി നിങ്ങൾ. ദുർഗേ, ഞെട്ടിലോട് വിളിച്ച സത്യൻ. ദേ പറഞ്ഞ ചെയ്യ് മനുഷ്യ. സത്യനെ നോക്കിക്കൊണ്ട് ദുർഗ മുഖം തിരിച്ചും കയ്യിലെ പുകപ്പാത്രത്തിലേക്കും ദുർഗയുടെ മുടിയിലേക്കും നിസ്സഹായതയോടെ നോക്കിപ്പോയി. സോനയെ നോക്കി പറഞ്ഞ ഓരോ വാക്കും ഒന്ന് സ്വയം സ്മരിച്ചുപോയി. ഒന്ന് വേഗാവട്ടെ സത്യേട്ടാ, എന്റെ മുടിയുടെ പോയ ഐശ്വര്യക്കൊന്നും തിരിച്ചറിട്ടേന്നേ. നാണത്തോടെയുള്ള ഒരു പുഞ്ചിരിയിൽ പറഞ്ഞു ദുർഗ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണുന്ന അവസ്ഥയിൽ കയ്യിലെ പുകപാത്രത്തിലേക്കും ദുർഗയുടെ മുടിയിലേക്കും നോയിക്കൊണ്ട് നിശ്വസിച്ചു. ശേഷം ദുർഗയുടെ മുടി അല്പം പൊക്കി പിടിച്ച് മുടിയിലേക്ക് പുകപാത്രം പിടിച്ച് മുടിയിൽ പുക ഒളിക്കാൻ തുടങ്ങി. രാവിലെ എണീറ്റ നിധി എന്നത്തെയും പോലെ തന്നെ ഇറുകെപ്പുറന്ന് കിടക്കുന്ന അശോകിനെ കണ്ട് ചൊടിയിൽ മുട്ടിട്ട ചെറുചിരിയോടെ തന്നെ എണീറ്റു. അവൻ നല്ല ഉറക്കമാണെന്ന് കണ്ടതും അവനെ ഒന്നുകൂടെ സൂക്ഷിച്ചു നോക്കി. പതിയെ അവനിലേക്ക് ഒന്നുകൂടെ ചേർന്ന് അവന്റെ നെറ്റിയിലെ ഒരു നേർത്ത ചുംബനം നൽകി. പതിയെ അവന്റെ മുടിയിലൂടെ ഒന്ന് തലോടിയതും ഒന്ന് കുറുകിക്കൊണ്ട് അവൻ ചെരിഞ്ഞു കിടന്നു. അവൻ ഉണരുമെന്ന് തോന്നിയതും വേഗം എണീറ്റ് ബാത്റൂമിലേക്ക് കയറിയവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് പോകാനൊരുങ്ങിയതും കണ്ടു ഹാളിൽ തന്നെ ഇരിക്കുന്ന സോനയെ. ഗുഡ് മോർണിംഗ് മാഡം, നിധിയെ നോയിക്കൊണ്ട് പറഞ്ഞു സോന. ഗുഡ് മോർണിംഗ്. അല്ല, സോന ഇത്ര നേരത്തെ വന്നോ? ആ, ഇന്ന് നേരത്തെ വരേണ്ടി വന്നു. അല്ല, അശോക് സാർ എണീറ്റില്ലേ മാഡം? ഇല്ല, എണീറ്റില്ല. ആഹാ, അതുകൊള്ളാം. സാറിനോട് നേരത്തെ വരാൻ പറഞ്ഞ. ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, എൻ്റെ മുത്തശ്ശൻ പറഞ്ഞ അറിവാ. അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ സാറിന് നിന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞ. എന്നിട്ടിപ്പോൾ മറന്നു തോന്നണു. സാറില്ല, സാറിന് ഞാൻ കൈയോടെ പിടിച്ചോളാം. മേഡം പോയി കാപ്പി ഇടി, ഞാൻ സാറിനെ ചെന്ന് എണീപ്പിക്കട്ടെ. ഒരു പുഞ്ചിരിയോടെ പറഞ്ഞ് റൂമിലേക്ക് നടന്നു പോകുന്നവളെ നിധി ഒരു നിമിഷം വല്ലാത്ത പകപ്പോടെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോർത്ത പോലെ അവളുടെ മുന്നിലേക്ക് ഓടിച്ചെന്ന് അവളെ തടഞ്ഞു നിർത്തി. സോന, നീ ഇതെങ്ങോട്ടാ? അശോക് നല്ല ഉറക്കാ. അത് സാറില്ല മേഡം, സാറ് വിളിച്ച് എണീക്കും. അതും പറഞ്ഞ് വീണ്ടും നിധിയെ മറികടന്ന് പോവാൻ നിന്നു. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു നിധി. നിക്ക്, ഞാൻ പോയി വിളിക്കാം. അയ്യോ, അത് വേണ്ട മേഡം, ഞാൻ വിളിച്ചോളാം. എന്നെ കണ്ട സാറിനൊരു പ്രത്യേക സന്തോഷമായിരിക്കും. ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് നിധിയുടെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് സോന നേരെ അശോക് കിടക്കുന്ന മുറിയിലേക്ക് കയറി. സോനയോട് എന്തെന്നില്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നിയെങ്കിലും ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അശോക് തന്നെയും വിളിക്കുമെന്ന പ്രതീക്ഷയോടെ അവൾ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിലെത്തിയതും ഓരോ ജോലികൾ തകൃതിയായി ചെയ്യുന്ന ദുർഗയെ നോയിക്കൊണ്ട് ഫ്ലാസ്കിൽ നിന്നും ചായക്കപ്പിലേക്ക് അതും എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോകാനൊരുങ്ങിയതും എന്തോർത്ത് വീണ്ടും തിരിഞ്ഞ് അശോകിന് വേണ്ടി ഒരു കപ്പ് ചായ എടുത്തു. ഹാളിൽ ചെന്ന് അശോക് വരുന്നത് നോക്കിക്കൊണ്ടിരുന്ന നിധി. അല്പനേരം കഴിഞ്ഞതും പോവാൻ റെഡിയായി വരുന്ന അശോകിനെ കണ്ട് ചായക്കപ്പെടുത്ത് എണീറ്റു. തന്റെ മുന്നിലായി നിൽക്കുന്നവനെ കണ്ടതും ഒരു ഭാവമാറ്റമില്ലാതെ അവന് നേരെ കപ്പ് നീട്ടി. നോ താങ്ക്സ്, എനിക്ക് ചായ വേണ്ട, ഞാനൊന്ന് പുറത്തു പോവാ, വരാനല്പം വൈകും. സോന കം. മറ്റൊന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നവനെ കണ്ട് ഒരിടറലോടെ നോക്കിപ്പോയി അവൾ. അശോകിന് കൂടെ ചിരിയോടെ സംസാരിച്ചു പോകുന്നവളെ ദേഷ്യത്തോടെ നോക്കി നിധി. കാറിന്റെ മിററിലൂടെ വിഷമഭാവത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ട് ഉള്ളിലെന്തോ നോവ് പടരും പോലെ തോന്നി അശോകിനെ. സർ പോവാം, ഇനിയും ലേറ്റായ. ഓക്കെ, സോനയെ നോക്കി പറഞ്ഞ് മിററിലൂടെ ഒന്നുകൂടെ നോക്കി. ആ നിമിഷം നിധിയുടെ മുഖത്ത് വല്ലാത്തൊരു നിരാശ പടരുന്ന് അശോക് അറിയുന്നുണ്ടായിരുന്നു. തന്നെ അശോക് വിളിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നിധി. എന്നാൽ തന്നെ ഒന്ന് വിളിക്കാതെ പോയത് അവൾ വല്ലാതെ നിരാശപ്പെടുത്തി. അതുകൊണ്ട് തന്നെ അശോക് ഗേറ്റ് കടന്ന് പോകും മുമ്പേ അവൾ റൂമിലേക്ക് ഓടിപ്പോയിരുന്നു. സർ. വീണ്ടും സോനയുടെ വിളി കേട്ടതും അശോക് കാർ മുന്നോട്ടെടുത്തു. ഗേറ്റ് കടന്നൽപ്പം മുന്നോട്ട് പോയതും അപ്പോഴും അശോകിന്റെ മനസ്സിൽ തന്നെ നോക്കി നിൽക്കുന്ന നിധിയുടെ മുഖമായിരുന്നു. സോറി സർ. പെട്ടെന്നുള്ള സോനയുടെ വാക്കുകൾ കേട്ട് അശോക് സംശയത്തോടെ നോക്കി അവളെ. താനെന്തിനാ എന്നോട് സോറി പറയുന്നത്? ആക്ച്വലി ഞാൻ മാഡത്തിനൊരു കള്ളം പറഞ്ഞു. സാർ എന്നെ കൂടി ഇവിടുത്തെ ക്ഷേത്രത്തിലേക്കാ പോകുന്നതെന്ന്.
ബിസിനസ് മീറ്റിങ്ങിനാണെന്ന കാര്യം മാഡത്തിന് അറിയില്ല. മാഡത്തിന് അങ്ങനെയെങ്കിലും സാറിനുള്ള ദേഷ്യം പോവട്ടെ എന്ന് കരുതി. പക്ഷേ എന്തോ മാഡത്തിൻ്റെ നിൽപ്പ് കണ്ടപ്പോൾ ചെറിയൊരു വിഷമം. ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകണോ സർ? എനിക്ക് തോന്നുന്നു ഇപ്പം മാഡത്തിൻ്റെ ഉള്ളിൽ ചെറിയ അലിവൊക്കെ ഉണ്ട്. ഒന്ന് മൂളിക്കൊണ്ട് എന്തോ ഓർത്തു അവൻ. ഇതേ സമയമാണ് അശോകിന്റെ ഫോൺ റിങ് ചെയ്ത്. അതിൽ ഗ്രാൻഡ്മയുടെ നമ്പർ കണ്ടത് ഒരു ചിരിയോടെ ഫോൺ എടുത്തു. ഹലോ ഡാ അശോക്, പറയണം മിസ്സിസ് അരുന്ധതി തമ്പുരാട്ടി. ഡാ വേണ്ട വേണ്ട. അല്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഓ ഒന്നും പറയാനില്ല. ഈ തമ്പുരാട്ടിയുടെ കയ്യിൽ ഇത്രക്ക് ബുദ്ധിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നില്ലാതെ നിനക്ക് ഈ അരുന്ധതിയെ കുറിച്ച് എന്തറിയാം? എന്നിട്ട് എവിടെ എൻ്റെ നിധിമോള്? ഇപ്പൊ നിന്റെ കൂടെ ഉണ്ട് അവള്? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എന്റെ കൂടെ ഇല്ല, പക്ഷേ വൈകാതെ അവൾ എന്റെ കൂടെ ഉണ്ടാവും. ഇന്ന് തന്നെ എല്ലാത്തിനും തീരുമാനം ഉണ്ടാക്കും ഗ്രാൻഡ്മ. വെറും 2 ദിവസം അതിനുള്ളിൽ ഈ അശോകന്റെ നിധിയെയും കൊണ്ട് കൈലാസത്തിലെത്തിയിരിക്കും. മോനെ, വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചു അരുന്ധതി. തീർച്ചയായിട്ടും ഗ്രാൻഡ്മ, കാത്തിരിക്കുക. 2 ദിവസം. എന്തോ മനസ്സിലൊരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് തന്നെ അശോക് അരുന്ധതിയോട് പറഞ്ഞ് കോള് കട്ട് ചെയ്തു. എല്ലാം കേട്ട് അശോകിന്റെ മുഖത്തേക്ക് സംശയഭാവത്തോടെ നോക്കി സോന. സർ, സാറിന് അത്രയ്ക്ക് ഉറപ്പുണ്ടോ ഈ 2 ദിവസത്തിനുള്ളിൽ? നോ, 2 ദിവസമല്ല, ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ്. സർ, ഒട്ടും വിശ്വസിക്കാൻ കഴിയാതെ വിളിച്ചുപോയി സോന. യെസ്, അത്രമാത്രം ഉറപ്പോടൊന്ന് മൂളിക്കൊണ്ട് പറഞ്ഞു അശോക്. സോനയും അശോകും പോയ തൊട്ട് വല്ലാത്ത അവസ്ഥയോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിധി. രാവിലെ അവർ പോയത് മുതൽ ഒന്നും കഴിക്കാനോ ഒന്നിനും തോന്നാത്തൊരവസ്ഥ. ചേച്ചി ചേച്ചി എന്തെങ്ങനെ മുട്ടയുടെ നടക്കുന്ന കോഴിയെ പോലെ നടക്കുന്നത്? ശങ്കരൻ ചോദിക്കുന്ന കേട്ട് കുറുമ്പോടെ ചുണ്ടുകുറിപ്പിച്ച് നോക്കി നിധി അവനെ. ഡാ, നീ ഞാൻ നടക്കുന്ന നോക്കിക്കാൻ ആരക്ഷണം പഠിക്കാൻ നോക്ക്. പഠിച്ച നല്ല ജോലി വാങ്ങിയാ അതുണ്ടാവും നിനക്ക്. ഓ, അതൊന്നും ഓർത്ത് എന്റെ ചേച്ചി വിഷമിക്കണ്ട. അതെല്ലാം ഞാൻ പുഷ്പം പോലെ കൈകാര്യം ചെയ്യും. പക്ഷെ എനിക്കിപ്പോ ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ. എന്റെ കാര്യമോ? സംശയഭാവത്തോടെ അവനെ നോക്കി ചോദിച്ചു നിധി. അതേലോ, ചേച്ചിയുടെ കാര്യം. ചേച്ചി ഇപ്പൊ എന്തിനാ എത്ര ടെൻഷൻ അടിച്ച് നടക്കുന്നതെന്ന് എനിക്കറിയാം. ചേട്ടന്റെ PI വന്ന ചേച്ചി അവരൊരുമിച്ച് പോയത് കണ്ടിട്ടല്ലേ? ഡാ ശങ്കരൻകുട്ടി, നീ ഒന്ന് പോയി. നീ എന്നെ കൂടുതൽ ടെൻഷനാക്കാൻ വന്നാണ് ഇപ്പോ? ഞാൻ ടെൻഷനാക്കാൻ വന്നൊന്നല്ല. ഇപ്പൊ ടെൻഷൻ ചേച്ചി കുറച്ച് കൂടുതലാ. ഏതായാലും അവർ രാവിലെ പോയതല്ലേ, ഇതുവരെ വന്നില്ല. ഇനി അവരെങ്ങാനും സെറ്റായി കാണുമെന്ന് എന്റെ ബലമായ സംശയം. ശങ്കരൻകുട്ടി! പെട്ടെന്ന് പുറകിൽ ദുർഗയുടെ അലർച്ച കേട്ട് ഇരുവരും തിരിഞ്ഞു നോക്കി. എന്തൊക്കെയാണ് നീ പൊലമ്പുന്നേ? ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞു വരുത്തി അവളെ കൂടുതൽ വിഷമിപ്പിക്കാൻ. എന്റെ അമ്മയും ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞു എന്നുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ രാവിലെ സോന ചേച്ചി ക്ഷേത്രത്തിലേക്കൊന്ന് പറഞ്ഞ ഇവിടുന്ന് ചേട്ടനെ കൊണ്ട് പോയത്. ഇതിപ്പോ ഇത്രയായിട്ട് തിരിച്ചു വന്നോ? ഇല്ല, അതെന്താ? ഒന്നും മിണ്ടായിരിക്കണം. എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. അല്പം വാശിയോടെ പറഞ്ഞ് നിധി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മോളെ ശിവ, ചേച്ചി, ശിവേച്ചി വിളിച്ചുകൊണ്ട് ദുർഗയും ശങ്കറും പിറകെ ഓടിച്ചെന്നു. മോളെ, നീ ഇത് എങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോകുന്നേ? എങ്ങോട്ടില്ല അമ്മായി, ഞാൻ ക്ഷേത്രത്തിൽ പോയി വരാം. എനിക്ക് മനസ്സൊട്ടും. അത്രയും പറഞ്ഞ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞിടന്നവൾ. ശോ, എന്ത് നോക്കിക്കോടാ, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നീ അവിടെ കൂടെ ചെല്ല്. അത് ശരി, ഇപ്പൊ എല്ലാം ചെയ്ത് ഞാനാണോ? എന്താ അമ്മേ? അപ്പോഴേക്കും ബഹളം കേട്ട് ശരണ്യ പുറത്തേക്ക് വന്നു. മോളെ, ശിവക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ട്. മോള് ചെല്ലു കൂടെ. ഒറ്റക്ക് പോയാലും ക്ഷീണവും തലയിറക്കും വന്നാ. എന്തു പറ്റി അമ്മേ? ദേ ഈ നിൽക്കുന്ന അസത്ത് ഓരോന്ന് പറഞ്ഞവളെ. അയ്യടാ, അമ്മ ആള് കൊള്ളാലോ. ദേ ഞാനൊന്നുമില്ല, ഇനി എന്നെ പഴിയാറുണ്ട. ചേച്ചി വാ, നമുക്ക് ശിവേച്ചിയുടെ കൂടെ പോവാം. പറഞ്ഞുകൊണ്ട് ശരണ്യയുടെ കൈ പിടിച്ച് ശിവലക്ഷ്യമായി പിറകെ ചെന്ന് ഇരുവരും. അവർ പോകുന്ന ഒരു വിഷമത്തോടെ നോക്കിയിരുന്നു ദുർഗ. തിരികെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും വേഗത്തിൽ അശോകിന്റെ കാർ മുറ്റത്ത് വന്നിന്ന് ഒരുമിച്ചായിരുന്നു. വിഷമത്തോടെ നിൽക്കുന്ന ദുർഗയെ കണ്ടുകൊണ്ടാണ് അശോക് ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങിയത്. അമ്മായി, എന്താ പുറത്തേക്കുന്ന്? സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്ന് അശോക്. അത് ഒന്നില്ല മോനെ, ഞാൻ അത് ചുമ്മാ അമ്മായിയുടെ മോൻ കണ്ടിട്ട് എന്തോ പ്രശ്നമുള്ള പോലെ. മോനെ, അത് ശിവ. നീതിയെക്കുറിച്ചാണ് കേട്ടതും അശോകിന്റെ മുഖം നിമിഷ നേരം കൊണ്ട് മാറി മറിഞ്ഞു. എന്താ നിധിക്ക്? ഏയ് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷേ ദുർഗ എന്താ പറയുന്നത് കേൾക്കാൻ അവരിലേക്ക് തന്നെ ഉറ്റുനോക്കി. ക്ഷേത്രത്തിൽ നിന്നിറങ്ങുമ്പോൾ ശിവയിൽ മനസ്സൊന്ന് ശാന്തമായ പോലെ തോന്നിയെങ്കിലും ഉള്ളിലെന്തോ പുകയുന്നുണ്ടായിരുന്നു. എന്റെ ശിവേച്ചി എന്തോ വല്ല മൗനോർത്ത് എടുത്തിട്ടുണ്ടോ? ചോദിക്കുന്നു മറുപടി ഒന്നുമില്ല, ഒന്നും പറയുന്നില്ല. ശിവയുടെ പുറകെ നടക്കുമ്പോൾ ഇരുവരും അവളുടെ മൗനം കണ്ട് ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അതൊന്ന് കേട്ട ഭാവം പോലില്ലാതെ നടത്തതിന്റെ വേഗത ഒന്നുകൂടെ കൂട്ടി. പെട്ടെന്നാണ് ആൾക്കുമ്പിൽ ഒരു കാർ വന്ന് നിന്ന്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അശോകിനെ കണ്ടതും ശിവ ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചു. പതിയെ കോർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കാൻ അവൾ മറന്നില്ല. അശോകിനെ കണ്ട ശങ്കറും ശരണിയും ചെറിയ ചിരിയോടെ നോക്കി അവനെ. ചേട്ടാ, ചേട്ടനെങ്ങനെ മനസ്സിലായി ഞങ്ങളിവിടെ എത്തിയെന്ന്? ശങ്കറാണ് ചോദിച്ചത്. ഞാൻ വീട്ടിൽ പോയിരുന്നു. അപ്പൊ അമ്മായി പറഞ്ഞു ആരൊക്കെയോ മനസ്സേർന്ന് ഇറങ്ങിപ്പോയെന്ന്. ചെറിയ പുൻചിരിയോടെ ശിവയുടെ മുഖത്തേക്ക് നോക്കി പറയുമ്പോൾ ശിവമുഖത്ത് വന്ന ചമ്മൽ കാണാതിരിക്കാനെന്നോണം മുഖം തിരിച്ചു. നിങ്ങളൊരു കാര്യം ചെയ്യും, കാറി കയറിയിരുന്നു. എനിക്കെന്റെ ഭാര്യയോട് തനിച്ചൊന്ന് സംസാരിക്കണം. അതിനെന്താ, നിങ്ങൾ സംസാരിക്കും. ശങ്കരൻകുട്ടി നീ വാ. നേരത്തെ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ശരണ്യ ശങ്കറിനെയും കൂട്ടി കാറിൽ കയറിയിരുന്നു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അവർ പോയതും മുഖം കനപ്പിച്ച അല്പം ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു ശിവ. അതിന് നിനക്ക് സംസാരിക്കാനല്ല,
എനിക്ക് സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞ്. എടുത്തടിച്ച അശോകിന്റെ മറുപടി കേട്ടതും ശിവ ഒന്നും പറയാൻ കഴിയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. നിധി. അവന്റെ ആർദ്രമായ വിളിയിൽ അവന്റെ മിഴികളിലേക്ക് നോക്കിയവൾ. നിധി, നിനക്ക് എന്നുള്ള ദേഷ്യം എത്രമാത്രമാണെന്നറിയാം. ആരും ചെയ്യാത്ത തെറ്റ് തന്നെയാ ഞാൻ ചെയ്തത്. പക്ഷെ ഒന്നും തിരിച്ചറിയാതെ പോയ തെറ്റാണ്. നിന്റെ മനസ്സിൽ എന്നോട് വെറുപ്പില്ലെന്ന് എനിക്കറിയാം. ഉണ്ടായിരുന്നെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന എന്റെ നെറ്റിയിൽ നിന്റെ ഈ അത്തരങ്ങൾ വന്ന് പതിക്കില്ലായിരുന്നു. നിന്റെ കൈകൾ എന്റെ മുകളിൽ തലോടാൻ കഴിയില്ലായിരുന്നു. അശോക് പറയുന്ന കേട്ട് ശിവ ആകെയൊന്ന് വിളറി വെളുത്തു. വല്ലാത്ത ചമ്മലും മടിയും മുഖത്ത് പടന്നെങ്കിലും അവനിൽ നിന്ന് അത് മറച്ചു വെക്കാൻ വല്ലാതെ പാടുവിട്ടവൾ. നിധി, ഇനി എന്തിനാ എന്നെ ഇങ്ങനെ? നീ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ പെണ്ണേ. പിന്നെ നീ കരുതും പോലെ സോനയായിട്ട് മറ്റൊരത്തിൽ എനിക്കൊന്നുമില്ല. ഇന്ന് രാവിലെ ഒരു മീറ്റിങ്ങിന് പോയതാ. അവള് ക്ഷേത്രത്തിലേക്കാണെന്ന് പറഞ്ഞ് നിന്നിൽ എന്നോടുള്ള ഇഷ്ടം പുറത്തു വരാൻ വേണ്ടി പറഞ്ഞതാ. ഇതിനെല്ലാം അവൾ ഏർപ്പാടാക്കിയത് മറ്റാരുമല്ല, എന്റെ ഗ്രാൻഡ് തന്നെയാ. അശോകിന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വീഴുന്ന കണ്ണുകളോടെ നോക്കിയവൾ. അതേ നിധി, അത്രമേലെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് നീ കൈലാസത്തിലേക്ക് അശോകിന്റെ കൈകൾ പിടിച്ചു വരുന്ന കാണാൻ. എല്ലാം മറന്നതാ നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ഈ ദൈവസന്നിധിയിൽ വെച്ച് എന്റെ ആ പഴയ നീതിയായിട്ട് വരാൻ നീ തയ്യാറാണോ? അവൾക്ക് മുന്നിലേക്ക് തന്റെ വലത്തെ കൈ തുറന്നു വെച്ച് അവളുടെ കൈകൾ ചേർക്കുന്ന പ്രതീക്ഷയോടെ നീട്ടിപ്പിടിച്ചു അവൻ. അവന്റെ മുഖത്തേക്കും കൈയിലേക്കും നോക്കി തലതാഴ്ത്തി നിന്നവൾ. പ്രതീക്ഷ കണക്കി നീട്ടിയവന്റെ മിഴികൾ നിരാശയോടെ നനവ് പടർന്നവൾ കണ്ടില്ല. കൈകൾ പതിയെ പിൻവലിച്ച് തിരികെ നടക്കാൻ തുടങ്ങിയതും അവന്റെ കൈത്തണ്ടയിൽ അവളുടെ പിടി വീണിരുന്നു. വിശ്വസിക്കാൻ കഴിയാതെ തന്റെ കൈകൾ വീണ അവളുടെ കൈപ്പിടിയിലേക്ക് ഒരു നിമിഷം നോക്കിപ്പോയി. അവളുടെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഇല്ല. എങ്കിലും അവൾ തീരുമാനിച്ചത് എന്തായിരിക്കുമെന്ന ഭാവത്തോടെ തന്നെ അവളെ ഉറ്റുനോക്കി അശോക്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. പഴയതുപോലെ ആവണമെന്നല്ലേ നിങ്ങൾ പറഞ്ഞ്? ആവാം. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം മറന്ന് പഴയതുപോലെ ഒരുമിക്കാം നമുക്ക്. നിധിയുടെ ഓരോ വാക്കുകളും അശോകിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമായിരുന്നു. അവന്റെ മുഖത്ത് അത് എടുത്തു കാണിക്കുന്നുണ്ടായിരുന്നു. നിധി, അത്രമേൽ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അശോക്. നിക്ക്, ഞാൻ പറഞ്ഞിരുന്നില്ല ഒരു കാര്യം കൂടെ. നിധി തനിക്ക് നേരെ കൈ ഉയർത്തി പറയുമ്പോൾ എന്താണെന്ന സംശയത്തോടെ അശോക് മിഴികൾ കുറുക്കി. നോക്കേണ്ട, ദേ ആ കാണുന്ന കണ്ടോ? ഈ ക്ഷേത്രത്തിലെ സർപ്പക്കാവാത്. അതിൻ്റെ ഉള്ളിലേക്ക് അല്പം പോയാൽ ഒരു ഇലഞ്ഞി മരമുണ്ട്. കയറുമ്പോൾ തന്നെ ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധറിയാൻ പറ്റും. എനിക്കൊന്ന് അശോക് ഉണ്ടാക്കി തന്ന പോലെ ദേ അവിടെ പോയി ഇലഞ്ഞിപ്പൂ കൊണ്ടൊരു മാല ഉണ്ടായിക്കൊണ്ടുപോവാ. അപ്പൊ ആലോചിക്കാം ഈ പിണക്കം മാറ്റണോ വേണ്ടയോ എന്ന്. കുറുമ്പോടെ തനിക്കുമ്പിൽ നിന്ന് പറയുന്നവളെ കണ്ട് അശോകിന്റെ ചുടിയിൽ ഒരു നേർത്ത പുഞ്ചിരി സ്ഥാനം പിടിച്ചു. മറുത്തൊന്നും പറയാതെ നേർത്ത പുഞ്ചിരിയോടെ അവൾ ചൂണ്ടിയ കാവിലേക്ക് നോക്കി. ശേഷം അവളുടെ മുഖത്തേക്ക് നോയിക്കൊണ്ട് ആ പുഞ്ചിരിയോടെ തന്നെ ആ കാവിലേക്ക് അശോക് നടന്നു നീങ്ങി. അവൻ പോകുന്ന ചെറിയ കുശുമ്പ് കലർന്ന ഭാവത്തോടെ നോക്കിപ്പോയി നിധി. അയ്യേ, എന്നാൽ എന്റെ ശിവേച്ചി ഈ ഇലഞ്ഞിപ്പൂ കൊണ്ടുള്ള മാലയ്ക്ക് വേണ്ടിയാണോ ചേച്ചി ഇത്രക്ക് പിണങ്ങി നിന്നേ? അതേ ചേച്ചി, ഇതിപ്പോ ഇലഞ്ഞിപ്പൂ കൊണ്ട് മാലയും പിടിച്ച് ചേച്ചി എന്ത് ചെയ്യാനാ? ശങ്കറും ശരണിയും അശോകിന്റെ വരവും കാത്തിരിക്കുന്ന ശിവയുടെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. നിങ്ങൾക്കത് വെറും ഇലഞ്ഞിപ്പൂവായിരിക്കും ശങ്കരൻകുട്ടി, പക്ഷെ എനിക്ക് നിങ്ങൾക്കറിയോ, അശോക് എന്ന കുഞ്ഞിൽ അവിടുന്ന് എനിക്കൊരിക്കൽ കോർത്ത് മാലയാക്കി കെട്ടി തന്നിട്ടുണ്ട്. പിന്നെ അവന്റെ ഭ്രാന്തമായ അവസ്ഥയിൽ പോലും അമ്മ അവന് വേണ്ടി കൊണ്ടുകൊടുക്കാറുണ്ട് ഇലഞ്ഞിപ്പൂവ്. അന്ന് എനിക്ക് വേണ്ടി അശോക് കോർത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നിസ്സാരമായി തോന്നുന്ന ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധം അശോകിന് അത്രയേറെ ഇഷ്ടമുള്ള ഗന്ധം തന്നെയാ. ഓ അങ്ങനെ, അപ്പൊ ചേച്ചി ചേട്ടന്റെ ഇഷ്ടങ്ങൾ അത്രമേൽ ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം അല്ലേ ചേച്ചി? ശങ്കരൻ ശിവയെ തോൾ തട്ടിക്കൊണ്ട് ചോദിക്കുമ്പോൾ പുഞ്ചിരിയോടെ അശോക് നടന്നു നീങ്ങിയ സർപ്പക്കാവിലേക്ക് നോക്കിയിരുന്നു ശിവ. ചേച്ചി, നേരം സന്ധ്യാവറായി, ചേട്ടനെ കാണുന്നില്ലല്ലോ. അശോക് കാവിനുള്ളിലേക്ക് കയറിയിട്ട് ഏറെക്കുറെ നേരമായി. ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. നേരം ഇരുട്ടി തുടങ്ങിയതും ശരണ്യ ശിവയെ നോക്കി ആവലാതിയോടെ ചോദിച്ചു. അതേ ചേച്ചി, എനിക്കെന്തോ പേടി തോന്നുന്നു. ചേട്ടൻ ഇങ്ങനെ കാവിലൊന്നും പോയി ശീലല്ല. മാത്രമല്ല ദേ സന്ധ്യാവറായി. കാവിൽ പോലെ സർപ്പവും ചേട്ടൻ്റെ മുന്നിൽപ്പെട്ട എന്താന്ന് പോലും ചെയ്യാനറിയാതെ ചേച്ചി. ശങ്കരൻ പറയുന്ന ഓരോ വാക്കും അല്പം പേടിയോടെ നോക്കി നിന്ന് നിധി. സത്യമാണ്, ക്ഷേത്രത്തിൽ പോലും പോകാൻ മടിക്കുന്ന മനുഷ്യനാണ് കാവിലേക്ക് താൻ പറഞ്ഞു വിട്ടത്. ഈശ്വര, അവളുടെ കയ്യിൽ ഇലച്ചീന്ന് നിലത്തേക്ക് ഊർന്നു വീണു. നെഞ്ചിൽ കൈവച്ച് ഉടുത്ത സാരി അല്പം പൊക്കി പിടിച്ച് കാവിലേക്ക് പതിയെ ഓടിയവൾ. ചേച്ചി നിക്ക്, ഞങ്ങൾ വരാം. പുറകിൽ നിന്ന് ഇരുവരും വിളിച്ചു പറഞ്ഞെങ്കിലും അതൊന്നും കേട്ടില്ല അവൾ. കാവിനകത്തേക്ക് കയറിയതും ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധം നാസികയിലേക്ക് തുളഞ്ഞു കയറുന്നുണ്ട്. പൊതുവെ വെളിച്ചം പോലും ചെന്നെത്താത്ത ആ കാവിനുള്ളിൽ സന്ധ്യ ആയതുകൊണ്ടാവാം ഒന്നുകൂടെ ഇരുട്ട് മൂടിയിട്ടുണ്ട്. അശോക്, അശോക്! ചുറ്റും നോയിക്കൊണ്ട് ഉറക്കെ വിളിച്ചു അവൾ. അശോകിന്റെ മറുശബ്ദം കേൾക്കുന്നില്ലെന്ന് കണ്ടതും അല്പം കൂടെ ഉൾക്കാവിലേക്ക് നടന്നു. അശോക്, വേണ്ട, നമുക്ക് പോവാം. ഞാൻ വെറുതെ പറഞ്ഞ, എനിക്കൊന്നും വേണ്ട, എനിക്കൊരു പിണക്കുമില്ല അശോക്. അശോക്! ഉറക്കെയുള്ള അവളുടെ വിളിയൊന്നും ആരും കേൾക്കുന്ന പോലും ഇല്ലെന്ന് കണ്ടതും നിധിയുടെ കണ്ണുകളും നിറഞ്ഞു. അശോക്! ഇടറുന്ന ശബ്ദത്തോടെ ഉറക്കെ അലറി വിളിച്ചു ശിവ. അശോക്! അവസാനമായി ഒന്നുകൂടെ വിളിച്ചുകൊണ്ട് നിലത്തെ കരിയിലകൾക്ക് മുകളിൽ വീണ് കിടക്കുന്ന ഇലഞ്ഞിപ്പൂവിലേക്ക് നോക്കിക്കൊണ്ട് ഊർന്നിരുന്നു. മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. അപ്പോൾ തോന്നിയ തന്റെ പൊട്ടബുദ്ധി ഓർത്ത് അവൾ സ്വയം തലക്കടിച്ചു. അശോക്! ഒന്നുകൂടെ ഉറക്കെ വിളിച്ചുപോയി അവൾ. ഇനി അല്പം കൂടെ നടന്നാൽ ഉൾക്കാവിലെത്തും. അവിടെ ഒരുപാട് നാഗത്താമാരുണ്ടാവും.
അശോക് അങ്ങോട്ടെങ്ങാനും എത്തിക്കാണുമെന്ന ചിന്തയിൽ മിഴികൾ തുടച്ചെണീറ്റ് പോവാനൊരുങ്ങിയതും മുന്നിൽ ലോകം കീഴടക്കിയ പുൻസിരിയോടെ തന്റെ ഇരുകൈകളും അവൾക്ക് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു നിൽക്കുന്നവനെ കണ്ട് ഒന്നാഞ്ഞ് നിശ്വസിച്ചു അവൾ. കൈക്കുമ്പിളിൽ ഇളഞ്ഞി പൂക്കൾ കൊണ്ട് വലിയ മാലയാക്കി കോർത്തു വെച്ച് നിൽക്കുന്നവനെ ആദ്യമായി കാണുന്ന ഭാവത്തോടെ ഒന്ന് നോക്കി. പിന്നെ ഒന്നും നോക്കാതെ അവന്റെ അടുത്തേക്ക് തന്നാൽ കഴിയും ഇതൊരു കൈ തന്റെ അല്പം പൊങ്ങിയ വയറിൽ താങ്ങി പിടിച്ച് ഓടിച്ചെന്ന് അവൻ ഇറുകെ വാരിപ്പുണർന്നു. അശോക്! വർഷങ്ങൾക്കിപ്പുറം തന്റെ ജീവനും പ്രണയവുമായ അവളുടെ ആർദ്രമായ വിളിയിൽ മതിമറന്ന് നിന്നുപോയി അശോക്. കോർത്തു വെച്ച ഇലഞ്ഞി പൂമാല അവളുടെ മുടിയുടെ പിറകിലായി വെച്ചുകൊടുത്തു. അത്രമേൽ പ്രിയപ്പെട്ട താൻ കാത്തിരുന്ന തന്റെ നിധിയെ, തന്റെ സ്വന്തമായി കിട്ടിയവളെ അവൻ തന്നെ നെഞ്ചോട് ചേർത്തു വെച്ചു. നിധി! പ്രണയാർദ്രമായ അവന്റെ വിളിയിൽ തല ഉയർത്തി കലങ്ങിയ കണ്ണുകളോടെ അവന്റെ മുഖത്തേക്ക് നോക്കി നിധി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.